കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങളിലൂടെ നൽകുന്നത് അവസാനിപ്പിച്ച് നേരിട്ട് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം വേണമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് കെ സുരേന്ദ്രന്റേത് എന്ന് മന്ത്രിമാരായ പി.എ. മുഹമ്മദ് റിയാസും വീണ ജോർജും പ്രതികരിച്ചു. കേന്ദ്രം സംസ്ഥാനങ്ങൾ വഴിയല്ലാതെ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് പണം നൽകുന്ന സംവിധാനം വേണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഫെഡറൽ സംവിധാനത്തിനെതിരാണെങ്കിലും ഈ സംവിധാനം നടപ്പിലാക്കണമെന്നാണ് തന്റെ നിലപാടെന്ന് കെ സുരേന്ദ്രൻ 24 ആൻസർ പ്ലീസിൽ. കേന്ദ്രം കൊടുക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാനം വഴി കൊടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. കേന്ദ്രം തൊഴിലുറപ്പിന് കൊടുക്കുന്നത് നേരിട്ട് തൊഴിലുറപ്പ് തൊഴിലാളി കൊടുക്കണം. അതായത് കേരളത്തിലെ ബി.ജെ.പി. ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിന്റെ വിഹിതങ്ങൾ ഇവരുടെ സംസ്ഥാനത്തിന് നൽകരുതെന്നാണ്. അല്ല, കേന്ദ്രം നേരിട്ട് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളെല്ലാം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി DBT വഴി കൊടുക്കുകയല്ലേ? എന്തിനാണ് ഇവരെ ഇത് കൊടുക്കേണ്ടത്? ഞങ്ങളുടെ സ്റ്റാൻഡ് എപ്പോഴും അങ്ങനെയാണ്. സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിന്റെ ധവളപത്രം ഇറക്കണം. കൃത്യമായ കണക്കുമായി മുഖ്യമന്ത്രി വന്നാൽ കേന്ദ്രത്തിൽ ഇടപെടാമെന്നും സുരേന്ദ്രൻ. അല്ല, ഈ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ ബി.ജെ.പി. പ്രസിഡന്റ് വി മുരളീധരനും ഇടപെടും. പിണറായി വിജയൻ വരട്ടെ, ഇന്ന് തന്നെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. വസ്തുതാപരമായിട്ടാണെങ്കിൽ കിട്ടേണ്ടത് കിട്ടാൻ വസ്തുതകളുടെ പിൻബലത്തിലാണെങ്കിൽ ഞങ്ങൾ തയ്യാറെടുപ്പുകൾ ഹോംവർക്ക് നടത്തിയിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ കണക്കുമായിട്ട് അത് എവിടെയും പറയുന്നില്ലല്ലോ സാർ. കെ സുരേന്ദ്രന്റെ നിലപാടിനെ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങൾക്കെതിരായ കേന്ദ്ര നിലപാടിന്റെ ഭാഗമാണ് ഫെഡറൽ സംവിധാനത്തിനെതിരായ നിലപാടെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാരുകൾ അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകളെ വകവെക്കുന്നില്ല, ആ സർക്കാരുകളെ പരിഗണിക്കുന്നില്ല, ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു, ഫെഡറൽ സംവിധാന തത്വങ്ങളെ കാറ്റിൽ പരത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണഘടന വധഭീഷണിയിലാണ്. ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണമെന്നും അത് ഒരു സർക്കാരിന്റെയും ഔദാര്യമല്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അയോധ്യ തരംഗം കേരളത്തിൽ വോട്ടായി മാറ്റുമെന്നും ഇരു മുന്നണികളിൽ നിന്നും കക്ഷികളെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. സംസ്ഥാനത്ത് മോദി തരംഗമുണ്ടെന്നും നാളെ തുടങ്ങുന്ന ബി.ജെ.പിയുടെ കേരള പദയാത്രയിലൂടെ പല മാറ്റങ്ങളും കാണാനാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക് 24.